ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചൂഞ്ഞമുളകിൻ്റെ കൃഷി എങ്ങനെ നമുക്ക് ലാഭകരമായി ഉണ്ടാക്കാമെന്നും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാമെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ടിപ്സുകൾ തരുന്നത്. അതിൽ ഒരുപാട് ടിപ്സുകൾ നമുക്കിതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ലാഭകരമായ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റാവുന്ന ടിപ്സുകളാണ് കേട്ടോ പറയുന്നത്. ഇതാണ് നമ്മുടെ ചൂഞ്ഞമുളക്. നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ അത്യാവശ്യം ഞാൻ ഇതിമെന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഇതിമെന്ന് ഞാൻ പൊട്ടിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്തിട്ട് സക്സസ് ആയ ടിപ്സ് മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വിത്ത് പാവിയ ശേഷം അത് ഒരു 4-5 ഇല പരുവത്തിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചാണകം, അതുപോലെ തന്നെ ഒരു കുറച്ച് നമുക്ക് വെണ്ണീർ, ഇത് സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് കുറച്ച് മണ്ണ്, അത് അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ആദ്യം നമ്മൾ ഗ്രോ ബാഗിലാണ് ചെയ്യുന്നതെങ്കിലും അതുപോലെ ബാസ്ക്കറ്റിലൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് കരിയില നന്നായി ഉണങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയ പൊടിയുന്ന രീതിയിലുള്ള കരിയില അതിട്ടിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചാണകം ഇടുക, ഒപ്പം കുറച്ച് ലേശം വെണ്ണീർ ഇടുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ മേൽമണ്ണിടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചെടീനെ പറിച്ച് വയ്ക്കുക. ഒരു 4-5 ഇല പരുവായുള്ള ചെടീനെ പറിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇത് വളർത്തേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മുട്ടിടുന്ന പൂവിടുന്ന ഒരു ടൈം വരേക്കും, അതിന് ചെടിക്ക് അത്യാവശ്യം ഹൈറ്റ് വയ്ക്കുന്ന ഒരു ടൈം വരേക്കും നമ്മൾ വീടുകളിൽ വളർത്തുന്നവർ നമ്മുടെ അലക്കുകല്ലിൻ്റെ പ്രദേശത്ത് നമ്മൾ വളർത്താം. എന്നിട്ട് നമ്മൾ ആ സോപ്പും വെള്ളമൊക്കെ എല്ലാ ദിവസവും അലക്കുന്നതിൻ്റെ സോപ്പും വെള്ളം അതിലേക്ക് ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിൻ്റെ അടിയിലും കുറച്ച് സോപ്പും വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1-2 ദിവസം വല്ലാണ്ട് സോപ്പും വെള്ളമല്ല, ചെറിയ രീതിയിലുള്ള സോപ്പും വെള്ളം, നമ്മൾ ഊരി പിഴിയുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ കീടങ്ങളുടെ ആക്രമണം ഇല്ലാണ്ട് ഇലയൊക്കെ നല്ല വലുപ്പത്തിൽ തന്നെ വളർന്നു വരുന്നതാണ്. തണ്ടും നല്ല കനം വയ്ക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ വീട്ടിൽ പാചകം ചെയ്യുന്ന മുട്ടത്തോണ്ട് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ ഉണക്കിയ ശേഷം മിക്സിക്കകത്തിട്ട് പൊടിച്ചിട്ട് അത് നല്ല രീതിയിൽ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ചെടിയുടെ കടക്കിൽ ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുക്കുമ്പോൾ മണ്ണ് നല്ല രീതിയിൽ ഇളക്കിയ ശേഷം വേണം, ചെടിയുടെ കടയല്ല ഇളക്കേണ്ടത്, അതിന് ചുറ്റുവട്ടം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. പിന്നെ വെള്ളം ഒഴിച്ച് ഓരോ ദിവസം ചെല്ലുന്തോറും മണ്ണ് നല്ലോണം ടൈറ്റ് ആകുമ്പോൾ മണ്ണിനെ ഇളക്കിയിട്ട് ഒരു ചെറിയ ഇളക്കമുള്ള മണ്ണാക്കി നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കതിനകത്ത് നല്ല രീതിയിൽ റിസൾട്ട് വരുള്ളൂ. പിന്നെ പഴത്തിൻ്റെ തൊലി നല്ല രീതിയിൽ മിക്സിക്കകത്ത് അരച്ച് അതിൻ്റെ വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് പച്ചവെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത ശേഷം അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെടിയുടെ ഇല നല്ല ഗ്രോത്തിൽ നിൽക്കാനായിട്ട്, അതിനുള്ളിൽ ഇലപ്പുള്ളി രോഗങ്ങളൊന്നും വരാതിരിക്കാനായിട്ടും, പിന്നെ കാൽസ്യത്തിൻ്റെ ഗുണം കൊണ്ട് നമ്മുടെ ചെടിയുടെ ഇല നല്ല രീതിയിൽ വളരാനും ചുരുണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചി കഴുകിയതും മീൻ കഴുകിയതുമായ വെള്ളം അത് നല്ല രീതിയിൽ പച്ചവെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായി ഉണ്ടാവുന്നതാണ്. ഇതിൽ മാർക്കറ്റിലൊക്കെ നമുക്കിത് 500 രൂപ മുതൽ 1000 രൂപ വരെ, 1000 രൂപയ്ക്ക് മുകളിലും വരുന്നതാണ് കേട്ടോ ഈ ചൂഞ്ഞമുളക് എന്ന് പറഞ്ഞത്. വാങ്ങിക്കുമ്പോൾ വളരെ ചെറിയ ചൂഞ്ഞമുളകിനാണ് റേറ്റ് കൂടുതൽ. കുറച്ച് വലിപ്പം കൂടിയ ടൈപ്പ് ചൂഞ്ഞമുളകുണ്ട്, അതിന് ഇത്തിരി സ്വല്പം റേറ്റേ കുറയുള്ളൂ. പിന്നെ ഇത് ചൂഞ്ഞമുളക് നമുക്ക് ചുവന്നുള്ളിയും അതുപോലെ തന്നെ പുളിയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാ വീട്ടിലും ഒരു അടുക്കളത്തോട്ടമായിട്ട് ചൂഞ്ഞമുളക് ഉണ്ടാക്കുക. അപ്പോൾ നല്ല ഫ്രഷായ ചൂഞ്ഞമുളകിൻ്റെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഇതിനേക്കാളും നല്ല ടേസ്റ്റുള്ള ഒരു മുളകില്ല കേട്ടോ. ചമ്മന്തി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുപോലെ ഇഞ്ചി തൈര് ഉണ്ടാക്കുകയാണെങ്കിലും ചൂഞ്ഞമുളക് ചതച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.